ഹായ് ഹലോ നമസ്കാരം നന്ദാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളെ തറവാടൊന്നും കണ്ടാലോ. ഞാനൊക്കെ ജനിച്ച അന്ന് മുതലേ നമ്മൾ തറവാട്ടിലാണ്. അപ്പോൾ പുതിയ വീട് വെച്ചിട്ട് കുറച്ചധികം ഒരു 4-5 മാസം ആവണേ ഉള്ളൂ പുതിയ വീട് വെച്ചിട്ട്. അപ്പോൾ നമ്മളെ തറവാടൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടാലോ. പോയോക്കല്ലേ ബാ. നമ്മളെ പുതിയ വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല, ഇത് തന്നെയാണ് തറവാട്. കാണിച്ചു തരാം. പുതിയ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ തറവാട്ടിലേക്കാണ്. കാണിച്ചു തരാം. അത് കാണുന്നതിനാണ് തറവാട് കേട്ടോ. ജസ്റ്റ് കാണിച്ചു തരാം. ശരി, തറവാട്ടിക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഇതാണ് നമ്മളെ ദൈവത്തറ കേട്ടോ. നമ്മളെ തറയും വളക്കുന്ന സ്ഥലമാണ് ഇത്. നമ്മളെ അച്ഛൻ്റെ അച്ഛമ്മേൻ്റെ ശ്മശാനം കേട്ടോ. ഡാഡി ഇവിടെ ചെറിയൊരു പണിയിലാണ്. അപ്പോൾ നമുക്കിന് മൊത്തത്തിലൊന്ന് കണ്ടാലോ. കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. കാരണം ആ പഴയ സാധനങ്ങൾ അങ്ങോട്ട് മാറ്റി പുതിയ സാധനങ്ങൾ മാറ്റി അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കണ്ടാലോ. എൻ്റെ ഫ്രണ്ട് സിറ്റ് ഔട്ട്. അങ്ങോട്ട് ബാക്കിക്ക് കിച്ചണുണ്ട്, അതുപോലെ തന്നെ കിണർ, മറ്റുള്ള സാധനങ്ങൾ കേട്ടോ. ഇതാണ് ഫ്രണ്ട്. ഒക്കെ എന്താണ് അച്ഛൻ, എന്താണ് അച്ഛമ്മ. ഇത് സിറ്റ് ഔട്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മളെ റൂം പോവാം. ഇതാണ് നമ്മളെ ടി വി റൂം. ഇവിടെ നിന്ന് ടി വി വെച്ച് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ ബെഡ്. നമ്മൾ കടന്നിരുന്നു ഇവിടെ ചെറിയ ചെറിയ പണികളും കലാവാസനയൊക്കെ ഉണ്ട്. ഇത് നമ്മളെ റൂം കിട്ടാം. ഇതിന് നേരെ ഓപ്പോസിറ്റ് അനിയന്മാരുടെ റൂം. ലൈറ്റ് ഇതൊക്കെ അനിയന്മാർ വരച്ചാണ്, ചെറിയ അനിയൻ വരച്ചാണ് ഇതൊക്കെ. ക്രിസ്ത്യാനോ, നെയ്മർ, മെസ്സി, പിന്നെ നമിത ബൈജു എന്നൊക്കെ പറയും. ഇത് ഞാൻ വരച്ചാണ്. ഇത് എൻ്റെ സ്വന്തം. ഇതൊക്കെ വെറുതെ ഇരുന്നപ്പോൾ അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടിയാണ്. പഴയ ചിത്രം വര എന്താ ചെറിയ രണ്ട് പേരൊക്കെ ഇത് ഞാൻ വരച്ചാട്ടാ. ഇതൊക്കെ ഞാൻ വരച്ചാണ്. ഇതാണ് അവരെ റൂം. ഞങ്ങൾ ആദ്യം 3 പേര് ഇവിടെ കളിക്കുന്നത്. പിന്നെ കുറച്ച് വലുതായപ്പോൾ ഒക്കെ അങ്ങോട്ടും കൂടെ മാറിയിട്ടാണ്. ഇതാണ് അവരുടെ സ്വർഗം. ഓക്കെ. പിന്നെ നേരെ ഓപ്പോസിറ്റ് ഇത് നമ്മൾ ഫ്രണ്ടത്തെ റൂമും മിഷീൻ റൂമും. ഇവിടെ റൂമുണ്ട്. അധികാരം കടക്കലൊന്നുമില്ല. ഫുള്ള് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അയക്കുകയും തുണികൾ തന്നെ പഴയ ഓടാട്ടോ. മൺകട്ടയായിട്ടൊക്കെയാണ് പണ്ടത്തെ തേപ്പും കാര്യങ്ങളൊക്കെ. അടിപൊളി. ഈ റൂമൊക്കെ അധികം കയറലൊന്നുമില്ല. ഇവിടെ മെഷീനും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മയ്ക്ക് അടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. പിന്നെ പഴയ സാധനങ്ങൾ, എല്ലാ കാര്യങ്ങളും പഴയതും പുതിയതൊക്കെ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ. ഇവിടെയും തോരടയിലും കാര്യങ്ങളൊക്കെയാണ്. ഇതിക്കും അങ്ങനെ ആരും കയറലോ ഒന്നുമില്ല. ഇവിടുന്ന് ഇറങ്ങിയ നേരെ ഇത് കിച്ചണിക്ക് പോണ വഴിയാണ്. ഈ ഭാഗത്ത് ഒരു കട്ടിലുണ്ട്. ഇവിടെയാണ് അച്ഛനും അമ്മയൊക്കെ കടന്നിരുന്നത്. അടുത്തൊക്കെ ഞാൻ ജസ്റ്റ് ഒരു പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ അങ്ങോട്ട് മാറി. ഇത് അച്ഛമ്മൻ്റെ റൂമാട്ടോ. അച്ഛമ്മ ഇവിടെ കിടന്നിരുന്നത്. അച്ഛമ്മൻ്റെ റൂം. ഞാൻ കിടക്കുന്ന റൂം അറിയില്ലേ, അവിടെ നിന്ന് അച്ഛൻ കിടന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഞങ്ങളെ പഴയ സാധനങ്ങളൊക്കെ വെച്ചിരുന്ന് അലമ്പറും ഷെൽഫും കാര്യങ്ങളൊക്കെയാണ്. ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടാകുന്നത്. പിന്നെ ഇതാണ് നമ്മളെ തട്ടകം. എല്ലായിടത്തും കിച്ചൺ. ഇതാണ് നമ്മളെ കിച്ചൺ കേട്ടോ. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കിച്ചണിലാണ്. ഞങ്ങൾ ഈ 5 പേരുടെ കാര്യങ്ങൾ ഫുള്ള് കിച്ചണിലാണ് ഞങ്ങൾ ചർച്ച ചെയ്യല്. എല്ലാ കാര്യങ്ങളും എന്ത് വിഷയം ഉണ്ടെങ്കിലും ഇത് ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കൽ കേട്ടോ. ഈ ചെറിയ ഭാഗത്ത് ഇരുന്നിട്ട് ഞങ്ങൾ 5 പേര് ഫുഡ് കഴിക്കൽ. ഈ ഭാഗത്ത് അച്ഛമ്മയും മൂലൊക്കെ ഇരിക്കുക, അമ്മയും മൂലൊക്കെ ഇരിക്കുക. അച്ഛൻ സ്റ്റൂളിട്ടും കണ്ട് ഇവിടെ ഇരിക്കും, ഞാൻ ഇവിടെ ഇരിക്കും. അനിയൻ ഇവിടെ, ചിലപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കണം, ചെറിയ അനിയൻ ഇവിടെ. ചിലപ്പോൾ ഫോണൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്നിരിക്കും. എന്തായാലും അടിപൊളിയായിരുന്നു. ഇവിടെ സെറ്റ് ചെയ്യുന്നു. ഇവിടെ മറക്കാൻ പറ്റാത്തൊരു
നൈസ് വൈബുള്ളൊരു ഏരിയയാണ് ഈ ഒരു ഏരിയ. ചിൽ ഇതൊക്കെ മഴ പെയ്തിട്ട് അട്ടകരി സീനാക്കിയാട്ടാ. കണ്ട മഴ പെയ്താൽ ഫുള്ള് വെള്ളം തരാം, ഫുള്ള് ചോർച്ച. ഇത് നമ്മൾ സ്വന്തമായിട്ട് ഞാനും കൂട്ടാനും ഉണ്ടാക്കിയ ഡോറാണ്. ഫസ്റ്റ് ഇൻഡസ്ട്രി പണിക്ക് ഇപ്പോൾ മാറാലൊക്കെ വന്നു, ഫുള്ളൊന്ന് തട്ടിക്കൊട്ടേണ്ട ടൈം ആയിക്കണം. പുറത്തൊന്ന് ജസ്റ്റ് കണ്ടാലോ ബാത്റൂം കാര്യങ്ങളൊക്കെ വെക്കാം. ഫ്രണ്ടിൽ ഇറങ്ങി നേരെ ഇങ്ങോട്ട് പോന്നാൽ ഇത് കിണർ. ഇതാണ് നമ്മളെ കിണർ. കിണറ്റിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ, നല്ല വെള്ളം. തൊട്ട് ചാരി ഇവിടെയാണ് നമ്മൾ പാത്രം കഴുകലുള്ളത്. പാത്രം കഴുകൽ ഡ്രമ്മ് മേലത്തെ പഞ്ചായത്തിൻ്റെ നിന്ന് മോട്ടർ അടിച്ചങ്ങാണ്ട് ഒരു കഴുകാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ. ഇത് നമ്മളെ കിച്ചണിക്കുള്ള വഴി. പഴയ അമ്മിക്കല്ല്, തൈലം മറ്റുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ. കാൽമുട്ട് വേദന, കൈമുട്ട് വേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ. പഴയ അമ്മിക്കല്ല്. ഇത് ഞങ്ങൾ മീൻ വളർത്താൻ വേണ്ടി കൊടുന്ന. ഇപ്പോൾ ഫുള്ള് ഇത് വെണ്ണൂർ ഇട്ടൊക്കെ തുടങ്ങി. നേരപ്പുറം പോയാൽ വറകര ഫുള്ള് കാലാണ് ഗൈസ്. ഇത് ഫുള്ള് വറകയാണ്, പക്ഷെ വറകര ഇപ്പോൾ ഫുള്ള് കാലാണ്. ഓല മടഞ്ഞ് കെട്ടിയതിന് മേലെ ചീറ്റിട്ടാണ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇതൊരു വെണ്ണൂറിൻ്റെ സെറ്റപ്പാണ്. നല്ല രസമായിരുന്നു ഇവിടെയൊക്കെ. പിന്നെ ഇവിടെ ഫുള്ളൊരു വഴുതന കണ്ടായിരുന്നു, ഫുള്ള് വഴുതനയാണ്. ഇതിപ്പോൾ വലുതായതാണ് ഇപ്പോൾ അടുത്ത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ കുളിസ്ഥലം, കുളിമുറി. കണ്ടോ, ഇവിടെ നമ്മൾ കുളിച്ചിരുന്ന കുളിമുറി. ഇവിടെ സൂപ്പൊക്കെ ഉള്ള സെറ്റപ്പ്. ഇത് ഫുൾ നൈസലാണ്. ഇത് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ ഒരു തിരുമ്പാങ്കല്ല്, തിരുമ്പാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഇവിടെ തിരുമ്പുക, വെള്ളം അവിടെ വെക്കുക, സ്റ്റൂളും വെള്ളം വെക്കുക, തിരുമ്പുക ഒക്കെ സെറ്റ് ചെയ്യുക. ഇവിടെ തോരടാനുള്ള സെറ്റപ്പ്. പുറത്തൊരു കോമൺ ആയിട്ടൊരു ബാത്റൂം. സത്യം പറഞ്ഞൊക്കെ ഇടിഞ്ഞാറടയ്ക്കും നമ്മളെ ബാത്റൂം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ തറവാട്. ഇവിടെ നല്ല രസമായിട്ടാണ്. ഫുള്ള് അച്ഛമ്മയും അച്ഛനൊക്കെ നട്ടു വളർത്തിയ മരങ്ങളാണ് ഈ കാര്യങ്ങൾ കാണുന്നതൊക്കെ. ഫുള്ള് ഈ മേലെ കാണുന്നതൊക്കെ എന്നെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഈ കാണുന്നതൊക്കെ പോലും നടത്തുകയാണ്. ഇവിടെ ഒരു ഈ മൂച്ചിരിക്കുന്ന കാലത്ത് ഒരു പേരക്കമരം ഉണ്ടായിരുന്നു. ഇപ്പം അടുത്ത് ഫുള്ള് നശിച്ച് പോയിട്ടോ. അത് അടിപൊളിയായിരുന്നു. അങ്ങോട്ടുണ്ടായിരുന്നൊരു കൊമ്പ് ഊഞ്ഞാലൊക്കെ കെട്ടി ഓണത്തിനൊക്കെ സെറ്റ് വൈബ് ചെയ്യുന്നു. ഞങ്ങൾ ഇത് ഫുള്ള് വെറ്റിലാണ്. അതാണ് നമ്മളെ ലാസ്റ്റ് തറവാട്. ഇതാണ് അടിപൊളിയായിരുന്നു. ഫുള്ളൊരു നല്ല വൈബാണ്, നല്ല ഒരു ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. അതാണ് നമ്മളെ തറവാട് കേട്ടോ. തറവാട് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ജനിച്ച അന്ന് മുതൽ തറവാട്ടിലായതുകൊണ്ട് തന്നെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. നമ്മളെ ഫാമിലി കസിൻസ് എല്ലാവരും ഒരുമിച്ച് നിന്നു. തറവാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഓണം, വിഷു, പെരുന്നാൾ അങ്ങനെ എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ ഒരുമിച്ച് നിന്നു. എല്ലാവരും വരും, അമ്മായിമാരും എല്ലാവരും വന്ന് ചാണകമൊക്കെ മെഴുകി തറയൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത്. പണ്ടത്തെ വൈബ് പറഞ്ഞാൽ അങ്ങനെയല്ലേ, ഈ ചാണകമൊക്കെ മെഴുകി മുറ്റം പണിയൊക്കെ എടുത്ത് മണ്ണിട്ട് നിരത്തി അങ്ങനെയൊക്കെ ഒരു എല്ലാവരും കൂടി കസിൻസും കുട്ടികളൊക്കെ കൂടി ഉണ്ടാകുമ്പോൾ ഒരു എന്താ പറയുക, മനസ്സിലൊക്കെ ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു ടൈമായിരുന്നു അതൊക്കെ, ചെറുപ്പകാലം എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ എല്ലാ മെമ്മറീസും ആ ഒരു വീട്ടിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രിയപ്പെട്ടൊരു സ്ഥലം തന്നെയാണ് അത്, തറവാട് എന്ന് പറയാൻ. ഒരുപാട് മെമ്മറി. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടുമ്പോഴൊക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കലുള്ളതും തറവാടിനെ കുറിച്ചിട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ എന്നിരുന്നാലും അത് നല്ല ഭയങ്കര ഒരു മിസ്സിങ് ആയിട്ട് എങ്ങനെ ഇരിക്കുന്നുണ്ട് മനസ്സിൽ. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ, സീ യു.